നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വേനൽക്കാലമാണ്. വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മളെ അലട്ടുക, അതിനുള്ള പ്രതിവിധി എന്താണ്? ഈ വിഷയമാണ് ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലെ റിട്ടയേർഡ് ഡോക്ടറും ചാവക്കാട് മണത്തല ശ്രീചിത്ര നഴ്സിംഗ് ഹോമിലെ ഫൗണ്ടറും കൂടിയായിട്ടുള്ള ഡോക്ടർ പ്രതിഭയാണ്. ഡോക്ടർ നമസ്കാരം, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വേനൽക്കാലമാണ്, ചൂട് കൂടുതലുള്ള സമയമാണ്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ചൂടും മഴയും ഒക്കെ കൂടി വരുന്നൊരു സമയമാണ്. നോർമലി വേനൽക്കാലത്ത് ഏതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് കാണാറുള്ളത്? സാധാരണ രീതിയിൽ വേനൽക്കാലം ഇപ്പോൾ ഓരോ വർഷവും ചൂട് കൂടി വരികയാണ്. അപ്പം വേനൽക്കാലത്ത് തലവേദനകൾ, ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണം, പിന്നെ പല രീതിയിലുള്ള പകർച്ചവ്യാധികൾ കാണാറുണ്ട്. മഞ്ഞപ്പിത്തം, ചിക്കൻ ബോക്സ്, കണ്ണ് നേത്രരോഗങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, മൂത്രാശയ കല്ലുകൾ, അവയെല്ലാം സാധാരണ കണ്ടുവരുന്ന അസുഖങ്ങളാണ്. അതേപോലെ തൊലിപ്പുറമേയുള്ള അസുഖങ്ങൾ, സ്കിന്ന് ചുമന്ന പാടുകൾ, കുമിളകൾ, ചൊറിച്ചിൽ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ. നല്ലോണം വേർക്കുന്നവർക്ക് ചൂട് കുരു കാണാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് യോനി ഭാഗത്തുള്ള ചൊറിച്ചിൽ, അണുബാധകൾ, ബ്രസ്റ്റിൻ്റെ അടിയിലുള്ള ചൊറിച്ചിൽ, കക്ഷത്തെ ചൊറിച്ചിൽ, പല രീതിയിലുള്ള അണുബാധകളെല്ലാം കണ്ടുവരുന്നുണ്ട്. സൂര്യാഘാതം ഇപ്പോൾ വളരെ കൂടി വരുന്ന ഒരു ഇതാണ്. ചൂട് കൂടുന്തോറും സൂര്യാഘാതം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് അലർജികൾ, പല രീതിയിലുള്ള അലർജികൾ. ഇതെല്ലാമാണ് സാധാരണയായിട്ട് നമുക്ക് വേനൽക്കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ. നിർജ്ജലീകരണം പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രായമായവരായാലും അല്ലെങ്കിൽ കുട്ടികളായാലും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു നിർജ്ജലീകരണം ഉണ്ടാവുന്നത്? അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം? നിർജ്ജലീകരണത്തിന് കാരണം വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം സാധാരണ ഒരു മനുഷ്യന് 2-2.5 ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം. ഈ വേനൽക്കാലത്ത് ചൂട് കൂടി വരുമ്പോൾ അതിലും കൂടുതലല്ലാതെ അതിൽ നിന്ന് കുറവ് ആയിട്ടുള്ള അളവ് വെള്ളം കുടിക്കാൻ അത്രയിൽ നിർത്തരുത്. ധാരാളം വെള്ളം കുടിക്കണം. അതിൽ നമുക്ക് തേങ്ങാ വെള്ളം കുടിക്കാം, അതുപോലെ മോര് കുടിക്കാം, പലവിധ ജ്യൂസുകൾ കുടിക്കാം. അതുപോലെ തന്നെ പഴങ്ങൾ കഴിച്ചാലും ഒരു പരിധിവരെ നിർജ്ജലീകരണത്തിന് സഹായകമായിരിക്കും. ധാരാളം വെള്ളം കുടിക്കുക, അതാണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ തന്നെ ഒരുവിധം അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. ക്ഷീണം കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ മൂത്രാശയ രോഗങ്ങൾ, അതും വെള്ളം കുടിക്കാത്തത് കൊണ്ട് മാത്രം വരുന്ന ഒരു അസുഖമാണോ? വെള്ളം കുടിക്കാത്തതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള കാരണം. പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെ വേനൽക്കാലത്ത് വരുന്ന മൂത്രാശയ സംബന്ധമായ രോഗങ്ങളിൽ ഭൂരിഭാഗവും വെള്ളം കുടിക്കാത്തത് കൊണ്ട് തന്നെയാണ് അത് വരുന്നത്. പിന്നെ ധാരാളം വേർക്കുന്നത് കാരണം വ്യക്തിപരമായുള്ള ശുചിത്വത്തിൻ്റെ കുറവും വെള്ളം കുടിക്കുകയും രണ്ടും കൂടി ഒരുമിക്കുമ്പോൾ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ ധാരാളം വെള്ളം കുടിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകളിൽ നമ്മൾ അടിവയറ് വേദന, മൂത്ര ചൂട് എന്ന് പറയില്ലേ, ബേണിങ് സെൻസേഷൻ, മൂത്രം ഒഴിക്കുമ്പോഴുള്ള ചുടിച്ചിൽ, അതുപോലെ ഭയങ്കരമായ ക്ഷീണം, ചെറിയ വിറയലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മൂത്രാശ്രയമായ മൂത്രപ്പഴുപ്പ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന അസുഖമായിട്ട് തന്നെ വേണം കരുതാനായിട്ട്. ഇത് സാധാരണ ഇപ്പം നമ്മുടെ OP-യിലിരിക്കുമ്പോൾ താൽക്കാലികമായി കുറേ വെള്ളം കുടിക്കും. അപ്പോൾ ഒരു തൽക്കാല ശാന്തി കിട്ടും. പിന്നെ അവരതിന് വേണ്ട ചികിത്സയൊന്നും ചെയ്യില്ല. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോഴാണ്, അതാണ് ഏറ്റവും അപകടമായുള്ള കാര്യം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അതിന് വേണ്ട മൂത്രമെല്ലാം പരിശോധിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിഞ്ഞ് അതിന് വേണ്ട ചികിത്സകൾ ചെയ്യണം. സ്ത്രീകൾ സാധാരണ ഈ കാര്യത്തിൽ നമ്മുടെ സ്ത്രീകൾ കുറച്ച് വിമുഖരാണ്. അപ്പം താൽക്കാലികമായുള്ള ശാന്തി, ഒരു പ്രാവശ്യം വെള്ളം കുടിച്ച് പിന്നെ യാതൊരു സിംറ്റമും ഉണ്ടാകില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇത് വരികയാണെങ്കിൽ അത് പിന്നെ ദീർഘകാലം ആയുള്ള രോഗങ്ങളിലേക്ക് മാറാനും കൂടുതൽ സീരിയസ് ആയുള്ള അവസ്ഥകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. ചെറിയ മരുന്നുകളൊക്കെ നമുക്കിപ്പം അരിഷ്ടങ്ങളെല്ലാം കിട്ടും. ചന്ദനാസവം പോലെയുള്ള അരിഷ്ടങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ തൽക്കാലിക ശാന്തിക്കായിട്ട് ചന്ദ്രപ്രഭ ഗുളിക, ഇതെല്ലാം മൂത്രപ്പഴുപ്പിനെല്ലാം പെട്ടെന്നൊരു ആശ്വാസം കിട്ടും. ശരിക്കുമുള്ള അസുഖമാണെങ്കിൽ അത് ഡോക്ടറെ കണ്ട് തന്നെ മരുന്ന് കഴിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. എങ്കിലും താൽക്കാലിക ശാന്തിക്ക് അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഡോക്ടറെ
കണ്ട് വേണ്ട രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസും മെഡിസിൻസും എല്ലാം ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ സൂര്യതാപത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ വെയിലത്ത് ഇറങ്ങി ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ടും സൂര്യതാപം ഏൽക്കുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ സൂര്യതാപം ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ? സാധാരണ രീതിയിൽ ഈ നല്ല ചൂടുള്ള സമയത്ത്, ഉച്ച സമയത്ത് എല്ലാം പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ടി വരുന്നവർക്ക് ശരീരത്തിൽ പൊള്ളലുകൾ പോലെ, തലവേദന, ക്ഷീണം, നെഞ്ഞിടിപ്പ് വർദ്ധിക്കുക, ബോധക്ഷയം ഉണ്ടാവുക, ഛർദ്ദിക്കുക, അതെല്ലാം ലക്ഷണങ്ങൾ കണ്ടാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് ധാരാളം വെള്ളം ഉള്ളിലേക്ക് കൊടുക്കുക, ദേഹത്തും അവരുടെ ശരീരത്തിലെ താപം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇവർക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് ഈ നിർജ്ജലീകരണത്തിന് പറഞ്ഞ പോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, ശരീരത്തിന് തണുപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഴങ്ങളെല്ലാം ധാരാളം അവരോട് കഴിക്കാൻ പറയുക, അതുപോലെയുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ പറയുക, എരിവ് പുളിയൊക്കെ നല്ലോണം കുറയ്ക്കാൻ പറയാം. അതോടുകൂടി തന്നെ ഈ ജോലി സമയം കഴിയുമെങ്കിൽ, അത് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും കഴിയുമെങ്കിൽ 11 തൊട്ട് 3 മണി വരെയുള്ള സമയം പുറത്തിറങ്ങിയുള്ള ജോലിയില്ലാതെ കുറച്ച് ഷെയ്ഡിലോ എന്തെങ്കിലും തണലത്തെല്ലാം അങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ ശ്രമിച്ചാൽ കുറേയും കൂടി നല്ലതായിരിക്കും. കാരണം ഓരോ കൊല്ലം കഴിയുന്തോറും ചൂട് കൂടിക്കൂടി വരുന്ന ഒരു അവസ്ഥയാണ്. പണ്ടൊന്നും നമ്മൾ ഈ സൂര്യാഘാതം എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് പോലും ഇല്ല. ഇപ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ അലർജി സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു. ഇതൊന്നും ഈ വിയർപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ? വിയർപ്പും പൊടിയും ധാരാളം ഉണ്ടാവും. ഇപ്പം ചൂടുകാലത്ത് പൊടി ധാരാളം ഉണ്ടാവും. അപ്പോൾ ഡസ്റ്റ് അലർജി ഇല്ലാത്ത ഒരു 5 ചെറുപ്പക്കാരെ എടുത്താൽ ഒരു 2 പേർക്കെങ്കിലും അലർജി ഉള്ള ഒരു കാലഘട്ടമാണിത്. അത് നമ്മുടെ ഭക്ഷണരീതി, നമ്മുടെ ജീവിത രീതിയും എല്ലാം അതിന് കാരണമാണ്. അലർജിക്ക് ശരിയായ രീതിയിലുള്ള ചികിത്സ തന്നെ ആവശ്യമാണ്. വെള്ളം ധാരാളം, ഇളം ചൂടുവെള്ളം ധാരാളം കഴിക്കണം. അതുപോലെയുള്ള അവരുടെ ശരീരപ്രകൃതിക്കും അവരുടെ രോഗത്തിനും അനുസരിച്ചുള്ള മരുന്നുകളിനെ അലർജിക്ക് ഡോക്ടറെ കണ്ടു തന്നെ ചികിത്സിക്കേണ്ട ഒരു കണ്ടീഷനാണ് അലർജി. അത് കൂടുതലാവാൻ സാധ്യതയുള്ള സമയമാണ് വേനൽക്കാലം. അപ്പോൾ അത് കണ്ട് നമ്മൾ മുന്നേ തന്നെ അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഭക്ഷ്യവിഷബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. അതിന് നമുക്ക് സാധാരണ, പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കൂടുതലായിട്ടുള്ള ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത്. അതിന് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി സാധിക്കുന്ന ഒരു കാര്യമല്ല. എങ്കിലും നമുക്ക് എന്തൊക്കെ പ്രതിവിധി എന്നുള്ള രീതിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? സാധാരണ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് മലിനമായ ജലം, വെള്ളത്തിൻ്റെ ലഭ്യത കുറയുമ്പോൾ വെള്ളം മലിനമാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ശുചിത്വമില്ലാത്ത ചുറ്റുപാടുകളിൽ പാകം ചെയ്ത ഭക്ഷണങ്ങൾ, ഇതെല്ലാം കഴിക്കുമ്പോഴാണ് ഭക്ഷ്യവിഷബാധകൾ ധാരാളം, കോളറ, മറ്റ് രീതികളിലുള്ള വയറിളക്കം, മഞ്ഞപ്പിത്തം, ഇതെല്ലാം സാധാരണയായിട്ട് വേനൽക്കാലത്ത് കണ്ടുവരുന്നുണ്ട്. ഇതിനെല്ലാം ഏറ്റവും പ്രധാന പ്രതിവിധി നല്ല ശുദ്ധമായ ജലത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വൃത്തിയുള്ള സാഹചര്യങ്ങളിലല്ലേ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ എല്ലായിടത്തുനിന്നും കഴിക്കാതിരിക്കുക. കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഈ അണുബാധ കിട്ടാൻ സാധ്യതയുള്ള പഴകിയ ഭക്ഷണം പോലെ കൂടുതലായിട്ട് കൂടുതൽ പച്ചക്കറികൾ, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ പച്ചക്കറികൾ കഴിക്കുക. ശരീരത്തിന് തണുപ്പ് കിട്ടാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പറ്റുമെങ്കിൽ സ്വയം പാകം ചെയ്ത വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ പാകം ചെയ്ത ഭക്ഷണം തന്നെ കഴിക്കുക. അതാണ് ഏറ്റവും ശ്രദ്ധയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭക്ഷ്യ വിഷബാധ നമുക്ക് ഉണ്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ സിംറ്റംസ് ആണ് സാധാരണ കാണാറ്? അത് ഓരോ അസുഖത്തിനനുസരിച്ച് പല രീതിയിൽ വരാം. ഏറ്റവും പ്രധാനമായിട്ട് ഛർദി, വയറിളക്കമാണ് ഏറ്റവും ആദ്യം നമുക്ക്. അതിൻ്റെ കൂടെ പനിയുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഈ നിർജ്ജലീകരണം കൂടി അതിൻ്റെ കൂടെ കൂടുമ്പോൾ തലവേദന, വളരെ കൂടുതലായുള്ള തലവേദന, ബോധക്ഷയം, ഇതെല്ലാം ഇതിൽ വരാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുകയാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇപ്പോൾ പലപ്പോഴും ഭക്ഷ്യവിഷബാധ എന്ന് പറയുമ്പോഴേ അത് സ്വയം ചികിത്സിക്കുക എന്ന് വിചാരിച്ച് വീട്ടിലെ ചെറിയ പൊടിക്കൈകൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇത് പിന്നീട് മരണം വരെ സംഭവിക്കാവുന്ന രീതിയിൽ പോകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വീട്ടിലെ ഏതെങ്കിലും പൊടിക്കൈകൾ ആശ്രയിക്കുകയാണോ, അതോ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു വൈദ്യസഹായം അനിവാര്യമാണോ? വളരെ ചെറിയ രീതിയിലുള്ള
നമുക്ക് ചെറിയ ഡിസ്കംഫേർട്ട്, ചെറിയ ബുദ്ധിമുട്ടുകളെ വയറുള്ളൂ, 1-2 പ്രാവശ്യം വയറിളകിപ്പോയി, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് വില്ലുവാതി ഗുളിക പോലെയുള്ള ഗുളികകളെല്ലാം കഴിച്ചാൽ അതിന് വളരെയധികം ആശ്വാസം കിട്ടാറുണ്ട്. പിന്നീടുണ്ടായിട്ടില്ലെങ്കിൽ ഡൈജഷൻ, അതായത് നമ്മുടെ പചന വ്യവസ്ഥയെല്ലാം വളരെ വിശപ്പൊക്കെ നല്ലോണം ഉണ്ട്, രുചിയൊക്കെ നല്ലോണം ഉണ്ട്, ഉള്ളിൽ പനിയൊന്നുമില്ല, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ പിന്നെ വേറെ ധാരാളം വെള്ളം കുടിച്ചാൽ നമുക്കത് മാനേജ് ചെയ്യാം, പ്രത്യേകിച്ച് കൂടുതൽ ക്ഷീണമൊന്നുമില്ല എങ്കിൽ. അതല്ല, ഈ വയറിളകുന്നത്, ഛർദ്ദിക്കുന്നത് തുടർച്ചയായി പോകുകയും നമ്മുടെ ക്ഷീണം കൂടി വരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം വേണം. അവിടെ നമ്മൾ വീട്ടിലുള്ള പൊടിക്കൈകൾ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ അല്ല. അപ്പം നിശ്ചയമായും വൈദ്യസഹായം തേടേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഡോക്ടർ ചിക്കൻ ബോക്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾക്ക് കാണുന്നത് മാത്രമല്ല ഒരു പകരുന്ന അസുഖം കൂടിയാണ്. പ്രത്യേകിച്ച് വാക്സിൻ എടുത്തവർക്ക് ഇത് വരില്ല അങ്ങനെ വിചാരിച്ചുള്ള ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ വാക്സിൻ എടുത്തത് കൊണ്ട് വരില്ല എന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കുമോ? അത് വാക്സിൻ എടുത്തത് നമ്മളൊരു പ്രതിരോധ മാർഗമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ആളുകളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് വാക്സിൻ എടുത്തു എന്നതുകൊണ്ട് നമ്മൾ ആ സാഹചര്യത്തിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിക്കൻ ബോക്സ് ഉള്ള രോഗിയുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാവുന്ന സാഹചര്യം ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുക. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ശരീരത്തെ വൃത്തിയാക്കുക, അതുപോലെ അണുനാശിനികൾ ഉപയോഗിക്കുക, കുളിക്കൽ കൂടുതൽ പ്രാവശ്യം, നമ്മൾ പേഴ്സണൽ വ്യക്തിപരമായ ശുചിത്വം കൂടുതൽ പ്രാവശ്യം 2-3 പ്രാവശ്യം കുളിക്കുക. ഇതൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. വാക്സിനേഷൻ ചെയ്താലും അസുഖം വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ കണ്ണ് സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഏറ്റവും കൂടുതലായിട്ട് എങ്ങനെയാണ് കാണുന്നത് ഡോക്ടർ? ചെങ്കണ്ണ് മുതലായ അസുഖങ്ങൾ ധാരാളം വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വേനൽക്കാലം. അപ്പോൾ അതിൽ നിന്ന് അവരുടെ കണ്ണിൽ നിന്നുള്ള സ്രവങ്ങളൊക്കെ നമ്മളുടെ കൈകളിലായിട്ട് ആ സ്രവങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ കണ്ണുകളിൽ തൊടുമ്പോഴൊക്കെയാണ് ഇത് പടരാനുള്ള സാധ്യത. അതിന് ഇടയ്ക്ക് നമ്മൾ മനസ്സിലിത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് വിചാരിച്ച് കൈയെല്ലാം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയാൽ ഒരു വളരെയധികം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും, പകരുന്നതിനെ നമുക്ക് തടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ണിലെ ചെറിയ ചെറിയ അലർജി പ്രശ്നങ്ങൾ അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ ചെയ്യാവുന്ന പൊടിക്കൈകളുണ്ട്? നമുക്ക് മല്ലി എടുത്തിട്ട് അത് സാധാരണ കിഴി കെട്ടിയിട്ട് വെള്ളം ചൂടാക്കി ആ മല്ലി വെള്ളം കൊണ്ട് കണ്ണ് കഴുകുന്നതെല്ലാം ഒരുപാട് റിലീഫ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പനിനീര് കണ്ണിലൊഴിച്ചാൽ കണ്ണിന് നല്ല സുഖം കിട്ടും. ഈ ചൂടുകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഇത് വളരെയധികം നല്ലതാണ്. അതുപോലെ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ കണ്ണിന് ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ ത്രിഫല ഒരു പൊടി കിട്ടും, അത് എല്ലാ മരുന്ന് കടയിലും ലഭ്യമാണ്. അതിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കണ്ണ് കഴുകിയാൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതുപോലെ പലപ്പോഴും പലരും പറയുന്നതാണ് പെട്ടെന്ന് തളർച്ച വരിക. അപ്പോൾ ഈ ഒരു വേനൽക്കാലം ആകുമ്പോൾ പെട്ടെന്നൊരു തളർച്ച വരിക അല്ലെങ്കിൽ തല ചുറ്റുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം കൂടുതൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത് വളരെ കൂടുതലായിട്ടുണ്ട്. അതായത് ചെറുപ്പം കുട്ടികൾ വരെ അത്തരത്തിൽ മരണപ്പെടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ തളർച്ച, ക്ഷീണം അതിനൊക്കെ എന്തൊക്കെ പരിഹാരം? ആയുർവേദ ശാസ്ത്രപ്രകാരം പറഞ്ഞിട്ടുള്ളത് ചൂടുകാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ബലം മറ്റുള്ള കാലത്തിനേക്കാളും കുറയുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ പോലും നമ്മളെ കൂടുതൽ ക്ഷീണിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യം, പുറത്തെ ചൂടിനനുസരിച്ച് നമ്മളുടെ ആരോഗ്യം നമ്മളുടെ ഭക്ഷണം കൊണ്ടും നമ്മളുടെ ഉപചാരങ്ങൾ, ലൈഫ് സ്റ്റൈൽ കൊണ്ടും, അതായത് കൂടുതലായിട്ടുള്ള ചിലരുണ്ട് ഒരുപാട് എക്സസൈസ് ചെയ്യുന്നവർ. ചൂടുകാലമാണെങ്കിൽ ഇപ്പോൾ ഒക്കെ ജിമ്മുകളെല്ലാം AC ഒക്കെയാണ്, എങ്കിലും ഉഷ്ണകാലത്ത് ഒരുപാട് എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആയുർവേദ ശാസ്ത്രം അനുശാസിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സൂര്യതാപം ഏൽക്കേണ്ട ഒരു ചുറ്റുപാട് വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷെയ്ഡുകളിലോ അങ്ങനെയുള്ള ജോലികളുണ്ടെങ്കിൽ ഷെയ്ഡുകളിൽ പോവുക. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് നല്ലോണം ശരീരത്തിനെ തണുപ്പിക്കുന്ന രീതിയിലുള്ള പഴച്ചാറുകൾ, പഴങ്ങൾ, ഇളനീര് ഇതെല്ലാം ഉള്ളിലോട്ട് കഴിക്കുക. അത് വളരെ നിർബന്ധമായിട്ടും പാലിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ബലം കുറഞ്ഞിരിക്കുന്ന സമയത്ത്
നമ്മൾ ഇൻഫെക്ഷസ് ഡിസീസസ് വെച്ചാൽ സാംക്രമിക രോഗങ്ങളായാലും വളരെയധികം ശ്രദ്ധിക്കണം. ഇതെല്ലാം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. വെള്ളം കുടിക്കുക എന്ന് വളരെ ബേസിക്കല്ല. അതായത് മൺകുടങ്ങളിലൊക്കെ സൂക്ഷിക്കുന്ന വെള്ളം കുടിക്കാനാണ് ആയുർവേദം അനുശാസിക്കുന്നത്. അല്ലാതെ ഫ്രിഡ്ജിലെ വെള്ളം അല്ല നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് ആണ്. പക്ഷെ അതല്ല, മൺകുടങ്ങളിലൊക്കെ വെച്ചിട്ട്, അതുപോലെ ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ രാമച്ചത്തിൻ്റെ തട്ടികളെല്ലാം വെച്ചിട്ട് വീട്ടിൽ ചൂടിനെ കുറയ്ക്കാൻ ഫാനൊക്കെ ഉണ്ട് എങ്കിലും അതെല്ലാം കുറച്ചും കൂടി ശരീരത്തിനൊരു ഊർജം പകരുന്ന രീതികളാണ്. ഈ നാൽപ്പാമരത്തിൻ്റെ വെള്ളമെല്ലാം തിളപ്പിച്ചിട്ട് അതിലൊന്ന് 2 പ്രാവശ്യം കുളിക്കുക. ഇപ്പം തൊലിപ്പുറമെയുള്ള അസുഖങ്ങൾ പറഞ്ഞല്ലോ, തൊലിപ്പുറമെ അസുഖങ്ങൾ ഇപ്പം സൂര്യരശ്മി നേരിട്ട് ഏൽക്കുമ്പോൾ അതിൽ അൾട്രാവയലറ്റ് രശ്മികൾ കാരണം ശരീരത്തിൽ ചിലപ്പോൾ ചുമന്ന നിറം, വരണ്ട് ഉള്ള ചൊറിച്ചിൽ, തൊലി ഇളകി പോവുക, അങ്ങനെയൊക്കെയുള്ളത് ചിലപ്പോൾ ഉണ്ടാവാം. അതേപോലെ തന്നെ നല്ലോണം വേർക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചൂടുകുരു ഉണ്ടാവാം. ഇതിലൊക്കെ ഈ നാൽപ്പാമര തൊലിയൊക്കെ ചേർത്തുള്ള കഷായത്തിലൊക്കെ 1-2 പ്രാവശ്യം ശരീരം കഴുകുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അത് ശരീരത്തിനൊരു ഉണർവും ആ ചൂടിനെ ചെറുക്കാനുള്ള ശക്തിയും കൂടി പ്രദാനം ചെയ്യുന്നതായിരിക്കും. അതുപോലെ വേനൽക്കാലത്ത് മുടി കൊഴിച്ചിൽ സ്ത്രീകളായാലും പുരുഷന്മാരും പറയുന്ന വലിയൊരു പ്രശ്നമാണ്. കാരണം അതൊരു സൗന്ദര്യത്തിന്റെ ഭാഗം കൂടി ആയതുകൊണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ പരിഹാരം ചെയ്യാൻ സാധിക്കും? പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ധാരാളം വെള്ളം ഒഴിച്ചിട്ട് തലയെ തണുപ്പിക്കുക എന്നുള്ളതൊരു കാര്യം. അതിൻ്റെ കൂടെ ഇപ്പം വേർപ്പൊക്കെ ഇരിക്കുന്ന കാരണം താരൻ അതെല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ്. തലയുടെ ഓട്ടി വളരെ ശുചിയായിട്ട് സൂക്ഷിക്കുക. അതിൻ്റെ കൂടെ തന്നെ ധാരാളം പച്ചക്കറികളും. ഈ ബലം കുറയുന്ന സമയത്താണ് നമുക്ക് മുടി കൊഴിച്ചിലും എല്ലാം, ശരീരത്തിൻ്റെ ബലം കുറയുന്ന സമയത്താണ് ഈ വക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുക. അപ്പോൾ ധാരാളം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, ധാരാളം പച്ചക്കറികൾ ഉള്ളിലോട്ട് കഴിക്കുക. അത് അങ്ങനെയാണ് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ആയുർവേദത്തിൽ ഓരോ കാലത്തും അനുഷ്ഠിക്കേണ്ട ചില ചിട്ടകൾ പറയുന്നുണ്ട്. ഇപ്പോൾ വേനൽക്കാലമാണ്, അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ശീലങ്ങൾ ഒരുപക്ഷെ ഒരു പരിധി വരെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ചിട്ടവട്ടങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആയുർവേദത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ വേനൽക്കാലവുമായി ബന്ധപ്പെട്ട്? ആയുർവേദത്തിൽ ഓരോ ഋതുക്കൾക്കും പറ്റിയ ചര്യകൾ പറയുന്നുണ്ട്. അതിൽ വേനൽക്കാലത്തെ ഗ്രീഷ്മചര്യ എന്ന് പറയുന്ന ചര്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബലം കുറഞ്ഞ കാലമാണ്. ആദാനകാലം, വിസർഗകാലം എന്ന് കാലങ്ങളെ തിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്നും എല്ലാ ശക്തിയും ചോർത്തിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ് വേനൽക്കാലം. നമ്മുടെ ശരീരത്തിൻ്റെ ബലം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ശക്തിയായിട്ടുള്ള യാതൊരു കർമ്മങ്ങളിലും, ഒരു സ്ട്രീനിയസ് ആയുള്ള വർക്കിലും ഏർപ്പെടാതിരിക്കണം എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശരീരത്തിന് തണുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഇപ്പം നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ നല്ലോണം കാറ്റുള്ള മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പോയി വിശ്രമിക്കാൻ പറയുന്നുണ്ട്. ധാരാളം ഓക്സിജൻ കിട്ടും. അതേപോലെ നമുക്ക് ശരീരത്തിനൊരു ഊർജം കിട്ടുമുള്ള രീതിയിൽ നല്ല നദികളും ഫൗണ്ടൻസ് പോലെയുള്ള വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ശരീരത്തിനെ തണുപ്പിക്കാനായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് സാധ്യവുമാണെങ്കിൽ അവയുടെ അടുത്തൊക്കെ ഇരിക്കാൻ പറയുന്നുണ്ട്. അതേപോലെ ഭക്ഷണ രീതിയിലും എരിവ്, പുളി അങ്ങനെയുള്ളത് നല്ലോണം കൺട്രോൾ ചെയ്യേണ്ട ഒരു സമയമാണ് വേനൽക്കാലം. പിന്നെ പറയുന്നത് അസുഖങ്ങൾ, സാംക്രമിക രോഗങ്ങൾ വരാൻ വളരെയധികം സാധ്യതയുള്ളത് കാരണം മറ്റുള്ളവരുമായുള്ള എക്സ്പോഷറിൽ ശരീരശുചിത്വം, വ്യക്തി ശുചിത്വം വളരെയധികം പാലിക്കണം. നമ്മളുടെ പരിസരത്തിൻ്റെ ശുചിത്വം, അതിൻ്റെ ഇമ്പോർട്ടൻസും ആയുർവേദം വളരെയധികം എടുത്തു പറയുന്നുണ്ട്. പിന്നെ മദ്യം പോലെയുള്ള പാനീയങ്ങൾ കുടിക്കാൻ പാടില്ല വേനൽക്കാലത്ത്. അതിനുള്ള ശക്തി ശരീരത്തിനില്ലാത്ത കാരണം മദ്യം കഴിക്കാൻ പാടില്ല. ഇനി അഥവാ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ചേർത്ത് കഴിക്കാനാണ് പറയുന്നത്. അതുപോലെ ലൈംഗിക ബന്ധം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാലഘട്ടമാണ്. കാരണം ശരീരത്തിൻ്റെ ശക്തി കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയായ കാരണം അത് നിഷിദ്ധമായുള്ളൊരു കാലഘട്ടമാണ് വേനൽക്കാലം. അതേപോലെ തന്നെ ശരീരശക്തിക്ക് കുറവ് വരുന്ന യാതൊരു രീതിയിലുള്ള ആക്ടിവിറ്റീസും പാടില്ല. ചന്ദനത്തിൻ്റെയും രാമച്ചത്തിൻ്റെയും ഒക്കെ ലേപം ശരീരത്തിൽ പുരട്ടാം, ശരീരത്തിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ആയുർവേദത്തിൽ പറയുന്നത്, ശരീരത്തിനെ തണുപ്പിക്കാനുള്ള കാര്യം. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത്, പൂർണ്ണമായി ഒഴിവാക്കേണ്ട സാധനങ്ങൾ? കൂടുതൽ എരിവുള്ള, പുളിയുള്ള, സിട്രസ് അങ്ങനെയുള്ള സാധനങ്ങൾ,
പിന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഹെവി മീറ്റൊക്കെ ആണെങ്കിലും മാംസരസങ്ങളായിട്ട് കഴിക്കാൻ, ലൈറ്റായിട്ടുള്ള മാംസരസങ്ങൾ വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള മാംസങ്ങൾ കുറയ്ക്കാനാണ് ആയുർവേദം അനുശാസിക്കുന്നത്. പച്ചക്കറികളും പഴങ്ങളുമാണ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ഉപദേശിക്കുന്നത്. അതുപോലെ ഡോക്ടർ, വസ്ത്രധാരണത്തിൽ വരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ വ്യായാമം ചെയ്യുന്നത് കുറയ്ക്കണം എന്ന് പറഞ്ഞു. വേനൽക്കാലത്ത് യോഗ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? യോഗ ചെയ്യാം നമുക്ക്. കാരണം യോഗ അത്രത്തോളം നമ്മുടെ ശരീരത്തിന് വളരെ ആക്റ്റീവായിട്ടുള്ള യോഗ. ഇപ്പം യോഗ പല രീതിയിലുണ്ട്. അതിൽ സ്ട്രെച്ചിങ് ആയിട്ടുള്ള യോഗകൾ ചെയ്യാം. പക്ഷെ ആക്റ്റീവ് യോഗ വേനൽക്കാലത്ത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ വസ്ത്രധാരണ രീതിയാണെങ്കിൽ നനുത്ത, വളരെ തിന്നായിട്ടുള്ള കോട്ടൺ, അതും ലൈറ്റ് കളറായിട്ടുള്ള ഇളം കളറുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനാണ് ആയുർവേദം അനുശാസിച്ചിട്ടുള്ളത്. ഡോക്ടർ, നമ്മുടെ ഏകദേശം സമയം ഇവിടെ കഴിയാറായി. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് വേനൽക്കാലത്തുണ്ടാകുന്ന പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാര മാർഗങ്ങളും ഡോക്ടർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വെള്ളം നന്നായി കുടിക്കുക എന്നുള്ളതാണ് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ജീവിതത്തിൽ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആരോഗ്യരംഗത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.